മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ഭയത്തോടുകൂടിയാണ് ഞാൻ 2 കമൻറ്റുകൾ എൻ്റെ ഡിഗ്രിയെക്കുറിച്ചും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും IIT ചെന്നൈയിൽ നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ചും നിർമുക്ത എന്ന സംഘടന എഴുതിയ ബ്ലോഗിന് മറുപടി കൊടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്യേണ്ടായി യൂട്യൂബിൽ. അക്ഷരാർത്ഥത്തിൽ വളരെ ഭയത്തോടു കൂടിയാണ്. കാരണം ധാരാളം വ്യക്തികളെ യൂട്യൂബ് കാണുമ്പോൾ അഹങ്കാരത്തിൻ്റെയും അമിത ആത്മവിശ്വാസത്തിൻ്റെയും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വികാരത്തിൻ്റെയും എല്ലാം പുറത്താണ് ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് യൂട്യൂബ് സ്ഥിരം കാണുന്നവർ വിചാരിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. വളരെ വളരെ നല്ല രീതിയിൽ യൂട്യൂബിലെ കാര്യങ്ങൾ വിലയിരുത്തുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഇത് വിപരീതമായിട്ട് തോന്നുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ 100-ൽ 100% പേരും യൂട്യൂബിൽ ഏതാണ്ട് 100 പേര്, ഫേസ്ബുക്കിൽ ഇന്നലെ വരെ 187 പേര് വളരെ 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 പോസിറ്റീവായിട്ടാണ് ഞാൻ വിവരിച്ചത്, എടുത്തത്, കണ്ടത്, വായിച്ചത്, കമൻ്റ് എഴുതിയത്. അവർ ധാരാളം കമൻ്റുകൾ എഴുതിയതിൽ നിന്ന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കമൻ്റുകളും ഉണ്ട്. പക്ഷെ ഓരോ പോയിന്റുകൾക്കും തിരിച്ച് മറുപടി പറയാൻ അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം അങ്ങനെ എഴുതുന്നില്ല. വളരെ വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന ക്യാപ്ഷനിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലെ 9/7/2016 എന്നുള്ളതിന് 9/8 പോയിരുന്നു. 2-3 പേര് ഡേറ്റ് എഴുതിയിരിക്കുന്ന തെറ്റാണെന്ന് അറിയിച്ചു. ഞാൻ ഒരാൾ എടുക്കുന്ന ക്യാമറ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പുറകിലുള്ള കർട്ടൻ നന്നായിട്ട് കാണും എന്നെഴുതി. വളരെ ചെറിയ കാര്യം മുതൽക്ക് വളരെ ഗഹനമായിട്ടുള്ള കാര്യം വരെ. ഇപ്പോൾ ഒരു വ്യക്തിയാണ് ബ്ലോഗിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചത്. അങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മുതൽക്ക് കർട്ടൻ്റെ ക്ലാരിറ്റി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൻ്റെ ചുവട്ടിലുള്ള കമൻ്റായിട്ടോ ഇമെയിലായിട്ടോ എനിക്ക് അയക്കുമ്പോൾ ഓരോ കമൻ്റുകളിൽ നിന്നും എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ടാണ് അടുത്ത ദിവസത്തെ യൂട്യൂബ് റെക്കോർഡ് ചെയ്യുന്നത്. വിമർശിക്കാനും എതിർക്കാനും ചിലതിനെ ശക്തമായിട്ടുള്ള രീതിയിൽ തെറ്റാണെന്ന് അറിയിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് എഴുതുകയും ചെയ്തു. നല്ല രീതിയിലുള്ള ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഞാൻ ചിന്തിക്കാത്ത പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ വളരെ ചിന്തിച്ചിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുമാണ് ശരിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പോലും ധാരാളം തെറ്റ് വരാം. അങ്ങനെ കോൺഗ്രസ് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. പെട്ടെന്ന് ഒരാൾ അറിയിച്ചു, ഉടനെ എന്നെ തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഏത് തരത്തിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്നത് ഒരു ആത്മസംതൃപ്തി മാത്രമല്ല, ശ്രദ്ധയോടുകൂടി നിങ്ങളത് കാണുന്നുണ്ടെന്നും വിലയിരുത്തുന്നുണ്ടെന്നും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുന്നുണ്ടെന്നും എൻ്റെ ഭാരത കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞാനെന്നും എനിക്ക് ഉറപ്പിച്ചൊരു ആത്മവിശ്വാസമുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കാതിരിക്കില്ല.
എന്ന് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറയാറുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഒരു മാസം 28 ദിവസമുള്ള ഒരു മാസം, അതാണ് യൂട്യൂബിൻ്റെ കണക്ക്. 30 ദിവസമല്ല അവരുടെ ഒരു മാസം, 4 ആഴ്ച. ആ 4 ആഴ്ചയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ഒരു മാസത്തിൽ 2 ലക്ഷം പേര് കാണാം. ഫേസ്ബുക്കിൽ ഒരാഴ്ചയിൽ അപ്ലോഡ് ചെയ്തതിൽ ഒരാഴ്ച കണ്ടത് 1,87,000 പേരാണ്. പിന്നെ വാട്സപ്പിലൂടെയും ബാക്കി സംവിധാനങ്ങളിലൂടെയും കാണുന്നവര് ധാരാളമുണ്ട്. ഓൾ ഓവർ ദ വേൾഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വരി പറയാനുള്ള മുഖവരിയായിട്ടാണ്. നന്ദിയുണ്ട്. എനിക്ക് സ്നേഹ ബഹുമാനത്തോടുകൂടി തൊഴുകയ്യോടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് കുറവുകളുണ്ടെങ്കിലും അറിയിക്കുക, എന്ത് കുറവുകളുണ്ടെങ്കിലും അറിയിക്കുക. അടുത്ത ദിവസം അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. എത്രയോ തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുമുണ്ട്. അതൊക്കെ തിരുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് വികസിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളതാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ധാരാളം പേര് കമന്റ് എഴുതിയിരിക്കുന്നതിന് എനിക്ക് അതിൻ്റെ ചുവട്ടിൽ മറുപടി എഴുതാൻ സാധിച്ചിട്ടില്ല. ഓരോന്നും വായിച്ചിട്ട് മറുപടി പറയാൻ പറ്റണില്ല. അങ്ങനെ എഴുതിയ ആൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നും കൂടെ ഉണ്ടാവണം, പ്രചരിപ്പിക്കണം. എവിടെയെങ്കിലും ഗോപാലേഷന്റെ വാക്കിലോ പ്രവൃത്തിയിലോ അഹംഭാവത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. അത് എനിക്ക് വേദനിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വേദനിക്കില്ലെന്ന് മാത്രമല്ല, ഏറെ സന്തോഷമായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.